നമസ്തേ, മൈസെൽഫ് ഡോക്ടർ ഇന്ദു, ചീഫ് ഫിസിഷ്യൻ, നമസ്തേ ആയുർവേദ. മുട്ടുവേദന, നടുവുവേദന, കഴുത്തുവേദന തുടങ്ങിയ സന്ധിവേദനകളുള്ളവർക്കും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതായത് ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുള്ളവർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഈ മഴക്കാലം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? ആയുർവേദത്തിൽ വേനൽ കഴിഞ്ഞ് വരുന്ന മഴക്കാലത്ത് വാതദോഷം കൂടുന്നതായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ശരീരത്തിൽ വളരെയധികം കൂടുന്നതാണ്. എങ്ങനെ നമുക്കിതിനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? തന്നെ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഭക്ഷണ ശൈലിയിലും ജീവിത രീതിയിലുമാണ്. കഴിക്കുന്ന ആഹാരം നന്നായി വേവിച്ച് ചെറു ചൂടോടെ കഴിക്കുന്നത് വാതസംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ദഹനത്തെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം പകർച്ചവ്യാധികൾ വരുന്നൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. കുടിക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക. ഇതിൽ തന്നെ ആയുർവേദം പറയുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ചുക്കും മല്ലിയും. ഒരു ചെറിയ കഷ്ണം ചുക്കും ഏകദേശം 1 ടീസ്പൂൺ മല്ലിയും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ദഹന പ്രക്രിയ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, അതായത് നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തടയുന്നതിനും ഇത് സഹായിക്കും. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ദഹനത്തെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും മല്ലിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഉപയോഗം കൂട്ടുന്നത് നമ്മുടെ ദഹന പ്രക്രിയയെ ഇംപ്രൂവ് ചെയ്യാനും ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ആയുർവേദം പറയുന്ന ഈ സമയത്ത് കഴിക്കണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭവമാണ് സൂപ്പുകൾ. ആയുർവേദത്തിൽ ഇതിനെ യൂഷം എന്ന് പറയും. അതിന് മുതിര, ചെറുപയർ മുതലായ ധാന്യങ്ങൾ വെച്ചുണ്ടാക്കുന്ന യൂഷങ്ങൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു. കൂടാതെ വളരെ തണുപ്പുള്ള ക്ലൈമറ്റിൽ, പ്രത്യേകിച്ച് ഈ വാതസംബന്ധമായ അസുഖങ്ങളുള്ളവർ ശരീരം എപ്പോഴും ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനായി വീട്ടിൽ തന്നെ എണ്ണ തേച്ചുള്ള കുളി, ശരീരത്തിൽ അധികം തണുപ്പടിക്കാതെ പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് കട്ടിയുള്ള കമ്പിളി വെച്ച് ശരീരം കവർ ചെയ്ത് കിടക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ ഇതുപോലെ അസുഖങ്ങൾ ഉള്ളവർക്കും വരാതിരിക്കാനും ആയുർവേദ ചികിത്സകൾ എടുക്കാൻ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഈ ചികിത്സകൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ അവരവരുടെ ശരീരസ്ഥിതിക്ക് അനുസരിച്ച് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മഴക്കാലത്തുണ്ടാകുന്ന ഒട്ടുമിക്ക ഇതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും.